നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ്. 12 യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത്. നമ്മുടെ സിനിമാ നടൻ നിവിൻ പോളി ചേട്ടന് നേരെ വന്ന വ്യാജ പരാമർശവും യൂട്യൂബേഴ്സും, അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്. അപ്പോൾ എന്താണ് ഇങ്ങനൊരു ടോപ്പിക് എന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നില്ലേ? കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു വാർത്ത ഞാൻ കണ്ടു നമ്മുടെ മീഡിയ വണ്ണിൽ. സംഗതി വേറെ ഒന്നുമല്ല, ആ വാർത്തയുടെ ഉള്ളടക്കം ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ നിവിൻ പോളി ചേട്ടനെതിരെ ഒരു ചേച്ചി വന്നൊരു പരാമർശം നടത്തിയല്ലോ, അപ്പൊ അത് വ്യാജമാണെന്നൊക്കെ ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ പുറകിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ആ പരാതി നൽകിയ ചേച്ചിയുടെ ഫോട്ടോ പടം ഈ റിയാക്ഷൻ, എന്നെ പോലുള്ള റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകൾ അവരുടെ വീഡിയോയിൽ കാണിക്കുകയും അതുപോലെ തന്നെ ഈ തംബ്നെയിലൊക്കെ വെച്ചതിനെതിരായിട്ട് ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ കൊണ്ടുവന്നങ്ങ് കേസ് കൊടുത്തു. ഏതാണ്ട് 12 പേർക്കെതിരെ എന്നാണ് വാർത്തയിൽ ഞാൻ കണ്ടത്. പക്ഷേ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് പറയുന്നു 15 എന്ന്. സത്യം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഏതായാലും ആ കേസ് കൊടുത്തതിനകത്ത് 1-2 പേരുടെ പേര് എനിക്കറിയാം. അത് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഈ ചേട്ടൻ, ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് 1-2 പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഫേസ്ബുക്കിൽ എഴുതിയിടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയതാണ്. അതൊക്കെ നമുക്ക് പറയാം ആർക്കെതിരെയാണെന്നൊക്കെ. 2-3 ദിവസം മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു എന്റെയും ഈ നിവിൻ പോളി വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റത്തെ വീഡിയോയിലാന്ന് തോന്നുന്നു 1-2 പേര് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അവളുടെ ഫോട്ടോ മറച്ചു വെച്ചിരിക്കുന്നത്, ഫോട്ടോ കാണിക്കാൻ. അപ്പൊ ഞാൻ അവരോട് ഈ ഒരു കേസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിച്ചവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടുത്തെ നിയമപ്രകാരം നമുക്ക് ആ സ്ത്രീ കൊണ്ടുവന്ന് കേസ് കൊടുത്തതിന് ശേഷം അവരുടെ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല. അതൊരു നിയമമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു വീഡിയോയിൽ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീഡിയോയിൽ എന്തോ ഞാൻ അവരുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് അവർ കേസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കാണിച്ചു. ഇവിടുത്തെ പത്രമാധ്യമങ്ങളും എല്ലാവരും, നമ്മുടെ വാർത്താ ചാനലുകൾ, മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനലുകൾ എല്ലാവരും അവരുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഇല്ല, ഫോട്ടോ കാണിച്ചിട്ടില്ല. ഫോട്ടോ കാണിച്ചിട്ടില്ല. സാറ്റലൈറ്റ് ചാനൽസ് കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് വന്ന ഫസ്റ്റ് ഈ ഒരു ഹേമ കമ്മിറ്റി ഇഷ്യൂ വരുന്ന സമയത്തായിരുന്നു ആദ്യം വന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരുടെയൊക്കെ ഫേസ് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇവരുടെ ഫോട്ടോ കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനും ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇവരുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവർ കേസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് മാത്രം. പക്ഷേ ഇപ്പോ ചേച്ചിയുടെ പടം വെച്ച് വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം പണി കിട്ടുന്നുണ്ട്. അത് നിയമം അങ്ങനെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഒരു കേസിൽ അവരെ കുറ്റം പറയില്ല. നിങ്ങൾ എന്തായാലും ഈ വാർത്ത ഒന്ന് കാണുക. എന്നാൽ ഇവരെ കുറ്റം പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ഈ വാർത്ത ഒന്ന് കണ്ടു. നിവിൻ പോളിക്കെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ്. 12 യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത്. പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. 12 യൂട്യൂബർമാർക്കെതിരെയാണ് കേസ്. നിവിൻ പോളിക്കെതിരായ പീഡന കേസ് പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രദർശിപ്പിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ശരൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരൺ, കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ യൂട്യൂബർമാർക്കെതിരെയാണ്? എന്തായിരിക്കും നടപടി? നിലവിൽ 12 യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് നേരത്തെ ഈ നേര്യമംഗലം സ്വദേശിയായ യുവതിയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം നിവിൻ പോളിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്നീട് ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കെതിരെ പീഡന കേസ് എടുത്തിരുന്നത്. പീഡന കേസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പരാതിക്കാരിയുടെ പേരും ചിത്രവും ഒന്നും തന്നെ വെളിപ്പെടുത്താൻ നിയമപരമായി പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇരിക്കുകയാണ് യൂട്യൂബർമാർ ഈ യുവതിയുടെ ചിത്രം, അതായത് പരാതിക്കാരിയുടെ ചിത്രവും പേരും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകൾ യൂട്യൂബർമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയായിരുന്നു. പ്രധാനമായും നിവിൻ പോളിക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളാണ് വന്നത്. അതായത് ഈ യുവതി വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്ന തരത്തിലുള്ള, അവരെ മോശക്കാരിയാക്കിക്കൊണ്ടുള്ള ഈ പ്രസിദ്ധീകരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരി ഊന്നുകൽ പോലീസിന് പരാതി നൽകുകയും ഇപ്പോൾ ഊന്നുകൽ പോലീസ് 12 യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു വശത്ത് നിവിൻ പോളി നൽകിയ പരാതിയിലും വിശദമായ അന്വേഷണം തുടരുകയാണ്. ഈ പരാതിക്കാരി നേരത്തെ ഉന്നയിച്ചിരുന്നത് വിദേശത്ത് വെച്ച് ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിവിൻ പോളി അടക്കമുള്ളവർ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ സമയത്ത്, അതായത് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സമയത്ത് താൻ വിദേശത്തുണ്ടായിരുന്നില്ല എന്നും ഇത് സംബന്ധിച്ചുള്ള പാസ്പോർട്ട് അടക്കം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോ മെയിൻ സ്ട്രീം ചാനലുകളോടാണ്, യൂട്യൂബർമാരല്ല ഇവിടെ പറഞ്ഞത് ഇവർ ഉഡായിപ്പാണെന്ന്. മനസ്സിലായില്ലേ? ചാനലുകളിൽ വന്ന് ഇപ്പൊ വിനീത് ശ്രീനിവാസനാണെങ്കിലും ശരി, പാർവതി എന്ന് പറയുന്ന ആങ്കർ കം ആക്ട്രസ് ആണെങ്കിലും ശരി, അവരൊക്കെ വന്ന്
അവരുടെ കൂടെ നിവിൻ അന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ, അതും ചാനൽ വഴിയാണ് നമ്മൾ എല്ലാവരും അറിയുന്നത്. അതിനുശേഷമാണ് ഇവിടെ യൂട്യൂബേഴ്സ് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനും ഒരു ഉടായ്പാണെന്ന് പറഞ്ഞു തുടങ്ങിയത്. മനസ്സിലായില്ലേ? അത് ഞങ്ങൾ മാത്രമല്ല, ചാനലുകാർക്ക് വരെ മനസ്സിലായിട്ടുണ്ട്, പോലീസുകാർക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. ഇല്ലേ? അവരപ്പ പറഞ്ഞത് ഓരോ ദിവസം ഓരോ കഥകളായിരുന്നു അവർ അടിച്ചുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞ ഡേറ്റുകൾ കള്ളം എല്ലാം തെളിഞ്ഞതിന് ശേഷമാണ് അവർ ഉടായ്പാണെന്ന് ഇവിടെ പറഞ്ഞത്. അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് യൂട്യൂബർമാർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. അവരുടെ ഫോട്ടോ കാണിച്ചത് എന്തുകൊണ്ടും തെറ്റായിട്ടുള്ള ഒരു കാരണമാണ്. കാര്യം എന്താണെന്ന് വച്ചാൽ ഇതാണ്: The Supreme Court on December 11th laid down an absolute bar on the media to publish or air the names or any material which may even remotely reveal the identity of victims of sexual crimes. No person can print or publish in print, electronic, social media, etc. the name of the victim or even the remote manner disclose any facts which can lead to the victim being identified and which should make her identity known to the public at large. The bar extends to anything which can even remotely be used to identify the victim. A bench of Justice Madan B. Lokur and Deepak Gupta lay down the rule in their judgment. സുപ്രീം കോർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വിക്ടിമിന്റെ ഫോട്ടോ നമുക്ക് പുറത്തു വിടാൻ പാടില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? കേസ് ആയി കഴിഞ്ഞതിന് ശേഷം അത് ചില യൂട്യൂബേഴ്സ് ചെയ്തത് തെറ്റാണ്. അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ നിയമമൊക്കെ അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഇവര് ചെയ്തതുപോലെ ഒരു വ്യക്തിക്കെതിരെ വെറുതെ ഒരു ഫേക്ക് അലിഗേഷനും കൊണ്ട് ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം അവർ പറഞ്ഞ ഡേറ്റുകളൊക്കെ വെറും കള്ളത്തരം. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് അവർ ഉറക്കപ്പീച്ചയിലായിരുന്നു. ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും മനസ്സിലാവും. പോലീസുകാർക്കെന്ന് വേണ്ട, സാധാരണക്കാർക്ക് മനസ്സിലാവും ഇവരൊരു ഉടായിപ്പാണെന്ന്. മനസ്സിലായില്ലേ? സോ ഇങ്ങനെയുള്ള പരിപാടികളും കൂടെ ഒന്ന് നിർത്താൻ, അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്ന് ഇവിടുത്തെ പോലീസുകാരെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരിക്കും. മനസ്സിലായില്ലേ? അത് പ്രോപ്പറായിട്ട് പറയണം. അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇവർക്ക് ഇത്രയും. ഇപ്പോ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് വന്ന് ഫേസ്ബുക്കിൽ കിടന്ന് എഴുതി വിടുന്നതും അവൻ അടിക്കുന്ന ഡയലോഗുകളും നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഞാൻ ഒരെണ്ണം ഇവിടെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 12 പേരിൽ, ഇപ്പൊ ന്യൂസിൽ കാണിച്ചേക്കുന്ന 12 പേരാണ്. അതിനകത്തെ ഒരാള് ഇപ്പം റിവീൽ ആവുകയാണ് നിങ്ങളുടെ ഫ്രണ്ടില്. ഷിൻഡോ മോസസ് ഈസ് ഫീലിംഗ് കോൺഫിഡന്റ്. അവൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. പോലീസ് അന്വേഷണത്തിലുള്ള ഒരു കേസിലെ വിക്ടിം ആയ എൻ്റെ ഭാര്യയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും ഫോട്ടോയും വീഡിയോയും പുറത്തുവിട്ട സ്മൃതി എന്ന യൂട്യൂബ് ചാനൽ അടക്കം 15ഓളം ചാനലുകൾക്കെതിരെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഒരു ചാനൽ ഇവര് കേസ് കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ? സ്മൃതിയുടെ ചാനലിന്റെ ഫുൾ ഡീറ്റെയിലും സ്മൃതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അവൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് തെറ്റല്ല. മനസ്സിലായില്ലേ? അതൊരു തെറ്റല്ല. നേരെ മറിച്ച് അവന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് വെച്ചേരും. അതും അവന്റെ ഭാര്യ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വിക്ടിം ആണെങ്കിൽ, വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയുന്നു, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വിക്ടിം ആണെങ്കിൽ നമ്മൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവര് വന്ന് പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരാളുടെ ഫോട്ടോ എടുത്ത് വെളിയിൽ വിട്ടതിന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ നിയമപ്രകാരം തെറ്റാണ്. അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ല, അവർ വിക്ടിം ആണെങ്കിൽ. പക്ഷെ ഈ ഒരു കേസിൽ ഇതുവരെയായിട്ടും അവർ വിക്ടിം അല്ല എന്നാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് എൻ്റെ ഒരു അനുമാനം കേട്ടോ. കാരണം തെളിവുകളെല്ലാം അവർക്കെതിരെയാണ്. അവരുടെ വായിൽ നിന്ന് വന്ന ഡേറ്റുകൾ, അവർ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയുകയാണ്. എന്നിട്ട് പിന്നെയും ഇവരെ എന്തിനാണ്, അവരൊരു കേസ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ചെയ്യുന്നോണ്ട് ഞാൻ പറയുന്നില്ലേ, ഒരു സ്ത്രീ അവള് തെറ്റ് ചെയ്താലും ശരിയാണ് അവൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ നിയമം അവളുടെ കൂടെ നിൽക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്നാൽ സ്ത്രീകൾ പറയുന്നത് ഇവിടുത്തെ നിയമം ഒന്നും അവരെ കാണുന്നില്ല, കണ്ണു തുറക്കുന്നില്ല അവരുടെ ഫ്രണ്ടിൽ എന്നാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറ, ആ സ്ത്രീ ചെയ്തത് തെറ്റാണെന്ന് ഇവിടെ പല സ്ത്രീകളും പറയുന്നുണ്ട്. എന്നിട്ടൊരു തെറ്റ് ചെയ്തവൾ അവളെ പുറത്ത് ജനങ്ങളിലേക്ക് ആൾക്കാർ എക്സ്പോസ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് അവൾ ചെന്ന് വീണ്ടും കംപ്ലൈന്റ് കൊടുത്തപ്പം ബാക്കിയുള്ളവരുടെ പേരിലാണ് കേസ്. അവൾ ഇപ്പോഴും നല്ല സുന്ദരിയായിട്ട് പുറത്ത് സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് നടപ്പുണ്ടായിരിക്കും, ഇല്ലേ? എന്ത് ചെറ്റത്തരവും കാണിക്കാം. എന്നിട്ടാണ് ഇവിടുത്തെ ഒരു കൂട്ടം സ്ത്രീകൾ പറയുന്നത് സ്ത്രീകൾക്ക് നേരെ ഇവിടുത്തെ നിയമം കണ്ണടയ്ക്കുന്നു എന്നത്. എനിക്ക് അതാണ് സത്യം പറഞ്ഞ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് തോന്നിയത്. ഇവിടെ എന്ത് ചെയ്താലും, തെറ്റാണെങ്കിലും ശരി ചെയ്താലും സ്ത്രീകളുടെ കൂടെയാണ് നിയമം. അത് ഈ ഒരു കാര്യത്തിനകത്തൊന്നും എനിക്ക് മനസ്സിലായി. അടുത്തൊരു പോസ്റ്റും കൂടെ ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം.
ഇതിനകത്തുനിന്നാണ് എനിക്ക് അത് ഈ വ്യക്തി ഈ ഷിൻഡോ മോസസ് എന്ന് പറയുന്ന അവന്റെ പേര് പറയുന്നതിന് തെറ്റൊന്നും ഇല്ലല്ലോ, അവന്റെ പേര് പറയാലോ. അപ്പൊ അവൻ ഇട്ട പോസ്റ്ററിനകത്തുനിന്ന് രണ്ടാമത്തെ ഒരു വിക്ടിം അല്ലെങ്കിൽ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ ഏതാണെന്നും ഏകദേശം ഒരു ഐഡിയ എനിക്ക് കിട്ടി. അത് ഏതാണെന്ന് കണ്ടു. റെയർ റീൽസ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ പണ്ടിട്ട തെറി പോസ്റ്ററുകളൊക്കെ ചേർത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അവതരണം, എന്നെ കുറിച്ച് വിശദമായി പറയുന്നു, എല്ലാവരും പോയി കാണണം. വീഡിയോയിൽ പറയുന്നു എല്ലാവരും പോയി കാണണം. വീഡിയോയിൽ ഇല്ലാത്ത അതിലും കൂടിയ തെറി പോസ്റ്ററുകൾ ഒള്ളി മീ ആയിരുന്നത് മാറ്റിയിട്ടുണ്ട്. ചാനൽ ചേട്ടൻ അതുകൂടി എടുത്ത് ഒരു വീഡിയോ കൂടി ചെയ്താൽ നന്നായിരുന്നു. അപ്പോ നിവിൻ പോളിക്കെതിരെ വന്ന് വ്യാജ പരാതി കൊടുത്ത ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഇട്ടിരിക്കുന്ന പോസ്റ്ററാണ് ഈ കാണുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന റിയർ റീൽസ് എന്ന് പറഞ്ഞ ചാനലിലും ആ പുള്ളി ഇട്ടിരിക്കുന്ന വീഡിയോയിലൊക്കെ തമ്മിലിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീയുടെ ഫോട്ടോ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അയാൾക്കും പണി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേസിൽ. ഈ 12 പേരിൽ അയാളും കാണും. അപ്പം അത് മാത്രമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നോക്കിക്കേ ഇവൻ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിൽ ഇവന്റെ ഒരു ധൈര്യം നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് അവൻ തെറി പോസ്റ്ററിൽ ഇഷ്ടംപോലെ അവന്റെ മിക്കതിനകത്ത് ഞാൻ അവന്റെ ഈ ഒരു ഫേസ്ബുക്കിലെ ഈ ഒരു അക്കൗണ്ട് പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ പോസ്റ്റിനകത്ത് നല്ല തെറിയും പറഞ്ഞിട്ട് അവൻ ഇട്ടിരിക്കുന്നത്. ചുമ്മാ അവന്റെ പോസ്റ്റ് കാണുന്നവരെ വരെ അവൻ തെറി വിളിക്കുന്നത്. അങ്ങനെ ഒരുത്തനാണ് ഇവൻ, മനസ്സിലായില്ല? അത്രയ്ക്കും നല്ല ചുന്ദര സ്വഭാവമുള്ള ഒരുത്തനാണ് ഇവൻ. ഇവന്റെ വീട്ടിലുള്ളവളാണ് ലവൺ. അപ്പൊ ഏതാണ്ടൊക്കെ നമുക്ക് ഊഹിക്കാലോ എന്തായിരിക്കും ഇതുങ്ങളുടെ സ്വഭാവം എന്നുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവൻ ഇത്രയും ധൈര്യത്തോടെ വന്ന് അതിൽ കൂടുതൽ തെറി ഒള്ളിമയുണ്ട്, ഞാൻ മാറ്റിയിട്ടുണ്ട്, നീ വന്ന് അതും എടുത്ത് വീഡിയോ ഇടും, ഇങ്ങനെയൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇവനും ഇവന്റെ ഭാര്യയും പറയുന്നതൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ ഇത്തിരി തലയ്ക്കകത്ത് വല്ലതുള്ള മലയാളികൾ ഇവരെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കടാ ഊവേ. നീ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് മറ്റേ ഇത് ഭീഷണിയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇവൻ ചെയ്യുന്നത് ഇവിടുത്തെ യൂട്യൂബേഴ്സിനെയും ഇവിടുത്തെ നിയമത്തെയും ഒക്കെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ, ഇവന്റെ ഈ ഒരു പരിപാടിയൊക്കെ കണ്ടപ്പോൾ. ദൈവത്തെ ഓർത്ത് പോലീസുകാർ നിവിൻ പോളി മിക്കവാറും ഇവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്താൽ അത് എനിക്ക് അറിയത്തില്ല, എന്തോരം പുള്ളി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വിട്ട് കളയും. പക്ഷെ ഇവിടുത്തെ പോലീസുകാർ, ഇവിടുത്തെ നിയമം കാക്കുന്നവർ ഇവർക്കെതിരെ നല്ല പണി കൊടുക്കണം. ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവരെ വെറുതെ വിടരുത്. ഇവിടെ യൂട്യൂബേഴ്സിന്റെ, ഞാൻ വീണ്ടും പറയുന്നു, സുപ്രീം കോടതി അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടത് തെറ്റാണ്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇവർ ഇത്രയും അഹങ്കാരം ഇവർ കാണിക്കുമ്പോൾ ഇവൻ ഈ വന്നിട്ട് ഇവന്റെ പോസ്റ്റർ, ഈ ഒരു പോസ്റ്റർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവൻ തെറി പറയുന്നതൊക്കെ അവൻ വളരെ വളരെ എന്തോ മറ്റേ വലിയ അവാർഡ് കിട്ടിയാണൊക്കെ അവൻ പറയുന്നത്. ഞാൻ ഉള്ളിമീട്ടതൊക്കെ മാറ്റിത്തരാം, അതും കൂടെ ഒക്കെ എടുത്ത് വീഡിയോ ചെയ്യാൻ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തന് ഇവിടുത്തെ നിയമത്തോടൊക്കെ പിന്നെ അവന്റെ വലിയ, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ പോസ്റ്റിന് ഇഷ്ടം. അവൻ വലിക്കും, അവൻ കഞ്ചാവ് വലിക്കാൻ എന്തെങ്കിലും തേങ്ങ കാണിക്കട്ടെ. പക്ഷേ ഇത് അവനിവിടെ എല്ലാവരെയും, ഇവിടുത്തെ മീഡിയയിലുള്ള എല്ലാവരെയും കളിയാക്കുന്നത് പോലെയാണ്. സോ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം ഇവരെ ശിക്ഷിക്കണം. വെറുതെ അങ്ങനെ വിടരുത്. ഈ ചേച്ചിയും ഈ ചേട്ടനെ ഇവർ ഇത്രയും, എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ പുറകിൽ ചിലപ്പോൾ ഇവന്റെ ബുദ്ധി ആയിരിക്കാം, ആണെന്ന് പറയുന്നില്ല, മനസ്സിലായില്ലേ? ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് എന്താണെങ്കിലും ചെയ്യുക. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. സംഗതി വേറൊന്നുമല്ല, എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ പീഡന കേസിലൊക്കെ വരുന്ന ചേച്ചിമാരുടെ ഒന്നും ഫോട്ടോ ഇതേപോലെ തംബ്നെയിലായിട്ട് വെക്കാതിരിക്കുക. അതേ പണി ഇങ്ങനെയൊക്കെ വരും. കാരണം ഇവിടെ ഒരു നിയമമുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതും ഇച്ചിരി മോശമായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇനിയും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചോളുക. ഇല്ലെങ്കിൽ നല്ല മുട്ടൻ പണി കിട്ടും. അപ്പോൾ ഈ യൂട്യൂബിംഗ് പരിപാടിയൊക്കെ എളുപ്പമല്ലേ എന്ന് പറയുന്ന ചില ചേട്ടന്മാരോടാണ്. അത്ര എളുപ്പം പരിപാടിയൊന്നും അല്ലടേ. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതും ഫേസ് ചെയ്യണം, മനസ്സിലായില്ലേ? പിന്നെ ഓരോ ദിവസവും യൂട്യൂബിലെ പോളിസീസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പണികളൊക്കെ വരുന്നത് യൂട്യൂബിൽ മാത്രമല്ല, നമ്മുടെ നിയമത്തിലും ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതാണ്. അതും കൂടെയൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും.